അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും നമസ്കാരം. പ്രിയപ്പെട്ട അൽ-ഇജാബ സെൻട്രൽ സ്കൂളിലെയും അൽ-ജസ ഇസ്ലാമിക് വിമൻസ് അക്കാഡമിയിലെയും വിദ്യാർത്ഥികളെ, രക്ഷകർത്താക്കളെ, ശ്രോതാക്കളെ, അൽ-ജസയും അൽ-ഇജാബയും സംയുക്തമായി സംഘടിപ്പിച്ചു വരുന്ന ഭരണഘടനയെ പഠിക്കുന്നു എന്ന വെബിനാറിൻ്റെ അവസാന സെഷനിലാണ് നാം ഇന്ന് ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ആദ്യമായി ഈ ഒരു സെഷനിലേക്ക് ഏവരെയും ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഇന്ന് ഫ്രീഡം ഫൈറ്റേഴ്സ് അഥവാ സ്വതന്ത്ര സമരത്തിൽ പങ്കാളിയായ മഹാന്മാരെക്കുറിച്ചുള്ള ചെറിയ വിവരണങ്ങളാണ് നാം കേൾക്കാനിരിക്കുന്നത്. വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ഇനാഗുറൽ സെഷൻ മുതൽ 4 സെഷനിലടക്കം ഒരുപാട് വിവരങ്ങൾ, അറിവുകൾ നമുക്ക് നേടാനായി. ഇനിയും അതുപോലെയുള്ള നല്ല നല്ല അറിവുകളുമായി ഈ സെഷനിലും തുടർന്നും നമുക്ക് പല വേദിയിലും സംഗമിക്കാം. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയെ, അതിൻ്റെ മൂല്യങ്ങളെ മനസ്സിലാക്കി പഠിച്ച് അതിനെ മരിക്കാൻ സമ്മതിക്കാതെ എന്നെന്നും ഉയർത്തിപ്പിടിക്കുന്ന നല്ല വിദ്യാർത്ഥികളായി, നല്ല ഇന്ത്യൻ പൗരന്മാരായി, ഇന്ത്യയുടെ കാവലാളുകളായി നമുക്ക് ജീവിക്കാം. ഇന്ന് ആദ്യമായി നിങ്ങൾക്കൊരു പാട്ട് കേൾക്കാം. ആ ഒരു പാട്ടിൽ ഇന്ത്യയുടെ സ്വതന്ത്ര സമര രംഗത്ത് രക്തം ചിന്തിയ ഹൈന്ദവനും മുസ്ലിമും ക്രിസ്ത്യാനിയും ബുദ്ധനും ജൈനനുമെല്ലാം ഒരേ മനസ്സോടുകൂടി ഒരേ ഒരു ശത്രുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് രക്തം ചിന്തി മർദ്ദനങ്ങൾ സഹിച്ച് നേടിത്തന്ന സ്വതന്ത്രത്തിൻ്റെ ആ ഒരു ദിനങ്ങളെ ഓർത്തെടുക്കുന്ന നല്ലൊരു സന്ദേശമുള്ള പാട്ടാണ് കേൾക്കാനിരിക്കുന്നത്. അതോടൊപ്പം അതിനുശേഷം വരുന്ന ആദ്യ വീഡിയോ അൽ-ജസ ഇസ്ലാമിക് വിമൻസ് അക്കാഡമിയിലെ ഒരു വിദ്യാർത്ഥിനിയുടേതാണ്. അങ്ങനെ 2 പ്രത്യേകതകൾ ഈ വീഡിയോക്കുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കാണണം, വിഷയങ്ങളൊക്കെ കേൾക്കണം, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കണം. ഇതിന് ശേഷം ഒരു മത്സരം പറയുന്നുണ്ട്. അത് നാളെ അതിൻ്റെ വീഡിയോ ഇടാം. അതും നിങ്ങളെല്ലാവരും കേൾക്കണം എന്ന് ഓർമ്മപ്പെടുത്തി, ഫ്രീഡം ഫൈറ്റേഴ്സ് അഥവാ സ്വതന്ത്ര സമര പോരാളികളെ നമുക്ക് സന്തോഷപൂർവ്വം, അതോടൊപ്പം അഭിമാനപൂർവ്വം ഓർക്കണം എന്ന് പറഞ്ഞ് എല്ലാവിധ ആശംസകളും നേർന്ന് ഞാൻ നിർത്തുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടി തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. മുസൽമാന്റെ ചോര ചിന്തിയതി നാടിതിനല്ലേ, മരണം വരിച്ചൊരായിരങ്ങൾ ഹൈന്ദവരില്ലേ. ക്രിസ്തീയ സ്വാതരങ്ങൾ ചെയ്ത ത്യാഗമതില്ലേ, കണ്ണീര് ചാലിട്ടൊഴുകിയതും കണ്ടവരില്ലേ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. നിസ്കാരത്തഴമ്പിൻ്റെ നന്മയേറും നാട്ടില്, നൈർമല്യമേറും ചന്ദനപ്പൊട്ടിൻ്റെ കൂട്ടില്. നിസ്കാരത്തഴമ്പിൻ്റെ നന്മയേറും നാട്ടില്, നൈർമല്യമേറും ചന്ദനപ്പൊട്ടിൻ്റെ കൂട്ടില്. നല്ലോണമൊത്ത് ജീവിതം നയിച്ചിരുന്നവർ, നന്മകൾ പങ്കുവെച്ച് ഒരുമ കൈവരിച്ചവർ. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം. അല്ലാമ ഇഖ്ബാൽ പാടി തന്നൊരീരടി
അലമാലകൾ പിളർത്തിടും അതിൻ്റെ മാറ്റൊലി. അല്ലാമയ്ക്ക് പാല് പാടി തന്നൊരീരടി, അലമാലകൾ പിളർത്തിടും അതിൻ്റെ മാറ്റൊലി. മൗലാന മുഹമ്മദ് അലി മഹാത്മാഗാന്ധിജി, മഹനീയമാണി നാടിനെ നയിച്ച പൊൻവഴി. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടിത്തന്നതാണി മണ്ണ് പൂക്കളെ. അഭിമാനത്തോടെ നീങ്ങും ഭാരതത്തിൻ മക്കളെ, അടരാടി നേടിത്തന്നതാണി മണ്ണ് പൂക്കളെ. ഏറെ സഹിച്ചു മൃത്യു വരിച്ചോരെയോർക്കണം, എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. എന്തിനു പിന്നെ നമ്മൾ തമ്മിൽ പോരടിക്കണം, പോരടിക്കണം. Assalamu alaikum. I am Fatima Shahjahan. Today we are celebrating the Independence Day. As a tribute to our freedom fighters, I wish you all happy Independence Day. Today I am here to speak about our freedom fighters. Freedom fighters were the people who sacrificed their life selflessly for the freedom of their country. Every country has its own fair share of freedom fighters. People look up to them in the term of patriotism and loves one's country. They are considered as the epitome of patriotic people. The amount of pain and hardship they had been endured cannot be put into the words. The generations after them will be always indebted to them for the selfless sacrifice and hard work. Importance of freedom fighters. One cannot emphasize enough on the importance of freedom fighters. After all, they are the one because how we celebrate Independence Day. No matter how small a role they have been played, they are very much significant today. Moreover, they revolt against colonizers. Furthermore, most of the freedom fighters even went to the war to safeguard the freedom of the people. It didn't matter that they had no training. They did it for pure intention of making their country free. Most of the freedom fighters sacrificed their life in the war of independence. Most importantly, freedom fighters inspired and motivated others to free from their justice. They are considered as the pillars behind the freedom movement. They made people aware of their rights and the power. India has a lot of freedom fighters for their motherland. While I respect each and everyone equally, I have a few personal favorites who inspired me much more. Firstly, I completely adore the father of our nation. It is none other than our Mahatma Gandhi. I like him because he chose the path of non-violence and on freedom, without any freedom. Secondly, Rani Lakshmi Bai. She was a great freedom fighter. She is an empowering woman. Moreover, she was so inspiring in numerous ways. Netaji Subhash Chandra Bose. He led the Indian National Army to show the power of the India to the British. Give me your blood and I will give you freedom. These words is spoken by Netaji Subhash. In short, freedom fighters are what made our country what it is today. However, we see nowadays people are fighting for everything they stood against. We must come together not to let the communal hatred come between and live up to the Indian dream of their freedom fighters. Only then we will honor their sacrifices and mystery. Freedom fighters made our country independent. Today's Independence Day was the aim of every honored fighters.
ever honored our freedom fighters. Every year, we people celebrate Republic, Independence Day and etc. as a tribute to our freedom fighters. They had a tribute. As a tribute, it's a victory to our freedom fighters. Freedom fighters fight for their freedom of their country. Because of them, we are celebrating the Independence Day. Due to these people, we are living in a democratic and independent country. Today, as a tribute, I thanks you to become this country as an independent country. Today, we are celebrating the 74th Independence Day. As a tribute, I wish you all happy Independence Day. Thank you. In short, freedom fighters are what made our country what it is today. However, we see nowadays people are fighting for everything they stood against. We must come together not to let the communal hatred come between and live up to the Indian dream of their freedom fighters. Only then we will honor their sacrifices and mystery. Freedom fighters made our country independent. Today's Independence Day was the aim of every honored fighters, every honored our freedom fighters. Every year, we people celebrate Republic, Independence Day and etc. as a tribute to our freedom fighters. They had a tribute. As a tribute, it's a victory to our freedom fighters. Freedom fighters fight for their freedom of their country. Because of them, we are celebrating the Independence Day. Due to these people, we are living in a democratic and independent country. Today, as a tribute, I thanks you to become this country as an independent country. Today, we are celebrating the 74th Independence Day. As a tribute, I wish you all happy Independence Day. Thank you. Respected principal, teachers, parents and my dear friends, a very warm good morning to one and all present over here. Today I am telling a few words about freedom fighters. Freedom fighters were people who sacrificed their lives selflessly for the freedom of their country. Every country has its fair share of freedom fighters. People look up to them in terms of patriotism and love for one's country. They are considered the epitome of patriotic people. Freedom fighters made sacrifice which one cannot even imagine of doing for their loved ones, leave alone the country. The amount of the pain, hardship and opposite they have endured cannot be put into words. The generations after them will always be indebted to them for their selfless sacrifice and hard work. One cannot emphasize enough on the importance of freedom fighters. After all, they are the ones because of whom we celebrate Independence Day. No matter how small a role they played, they are very much significant today as they were in those times. Moreover, they revolted against the colonizers so as to stand up of the country and its people. Furthermore, most of the freedom fighters even went to war to safeguard the freedom of their people. They did not matter that they had no training. They did it for the pure intention of making their country free. Most of the freedom fighters sacrificed their lives in the War of Independence. Most importantly, freedom fighters. It is all because of the freedom fighters that we proposed into a free country free from any kind of colonizers or injustice. India has seen a lot of freedom fighters fight for their motherland, while I request each and every one of them equally. I have a few personal favorites who inspired me to work for my country. Firstly, I completely adore the father of nation, Mahatma Gandhi. I like him because he chose the path of non-violence and won freedom without any weapons, only the truth, peace. Second, Rani Lakshmibai was a great freedom fighter. I have learned so many things from this empowering woman. She fought for the country despite so many hardships.
A mother never gave up her country because of her child. Instead, took him to the battlefield to fight against injustice. Moreover, she was so inspiring in numerous ways. Next, Netaji Subhash Chandra Bose comes in my list. He led the Indian National Army to show the power of India to the British. His famous line remains to be, "Give me your blood and I will give you freedom." Finally, Pandit Jawaharlal Nehru was only one of the greatest leaders. Despite being from a rich family, he gave up the easy life and fought for India's freedom. He was imprisoned a number of times, but that did not stop him from fighting against injustice. He was a great inspiration to many. In short, freedom fighters are what made our country what it is today. However, we see nowadays people are fighting for everything they stood against. We must come together to not let communal hatred come between and live up to the Indian dream of these freedom fighters. Only then will we honor their sacrifice and memory. I am concluding my words. Thank you. Jai Hind. നമ്മുടെ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, ബഹുമാനമുള്ള ഗുരുനാഥന്മാരെ, കൂട്ടുകാരെ, സഹപാഠികളെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തെ കുറിച്ചാണ്. ഞാൻ പറയാൻ പോകുന്നത് ഇവിടെ നമ്മളെ സ്വാതന്ത്ര്യ ദിനം നേടിത്തന്ന പൂർവികരായ പലരും അവർ നമ്മൾക്ക് നേടിത്തന്ന മഹാന്മാരാണ്. ആരൊക്കെയാ? നമ്മുടെ ജവഹർലാൽ നെഹ്റു, ഗാന്ധിജി, മഹാത്മാഗാന്ധി, മൗലാന മുഹമ്മദ് അലി എന്നിവരെ പോലെയുള്ള പൂർവികരായ അവരാണ് നമുക്ക് നേടിത്തന്ന സ്വാതന്ത്ര്യം. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നമുക്ക് നൽകി തന്ന ഗാന്ധിജി, അവരെ പോലെയുള്ള മഹാന്മാരായ അവരാണ് നമുക്ക് ഈ സ്വാതന്ത്ര്യം നേടിത്തന്നത്. അതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. അതിനാൽ ഈ ആഗസ്റ്റ് 15 വരുന്ന ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ വരുന്ന ആ സ്വാതന്ത്ര്യത്തിൽ നമ്മൾ ആ പൂർവികരെ ആരെയും മറക്കാനാവില്ല. ഞാനൊരു കഥ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഒരു കൂട്ടിലിട്ട തത്തയെ അതിനെന്ത് വിഷമം കാണും? അതിന്റെ പാറി നടക്കുന്ന കൂട്ടുകാർ അവരെല്ലാം ആകാശത്തിൽ പറക്കുന്നു, എനിക്ക് മാത്രം ഈ കൂട്ടിൽ പറക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അതിനെന്ത് വിഷമം കാണും? അപ്പോൾ നമ്മളെ ആ കൂട്ടിലിട്ട് ഇട്ടാൽ നമുക്ക് എന്ത് വിഷമം കാണും? അതാണ് ഈ പറയുന്നത്. എല്ലാവർക്കും ഓരോ സ്വാതന്ത്ര്യം, എല്ലാവർക്കും അതേതായ സ്വാതന്ത്ര്യമുണ്ട്. അതിനാൽ ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ ഞാൻ പറയുന്നത്, നമുക്ക് ഈ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും എല്ലാവർക്കും ഈ സ്വാതന്ത്ര്യം വേണം. ഈ സ്വാതന്ത്ര്യമുള്ളതാണ് ഈ ലോകം. ഈ ലോകത്തിൽ എല്ലാവർക്കും സ്വാതന്ത്ര്യം വേണം. അതിനാണ് നമ്മുടെ ഗാന്ധിജി അവരെല്ലാം കഷ്ടപ്പെട്ട് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് നേടിത്തന്ന ആ സ്വാതന്ത്ര്യം. അതിനാൽ ഞാൻ സന്തോഷിക്കുന്നു. ഈ ആഗസ്റ്റ് 15 ഈ സ്വാതന്ത്ര്യ ദിനത്തിൽ എന്റെ സ്വാതന്ത്ര്യ ദിനങ്ങൾ അസ്സലാമു അലൈക്കും. എന്റെ നാട് ഭാരതമെന്നമ്മ നാട്. എന്റെ നാട് ഭാരതമെന്നമ്മ നാട്. പെറ്റമ്മയാണ് എന്റെ നാട്, എല്ലാവരെയും ഒന്നായി തലോടുന്ന നാട്. പെറ്റമ്മയാണ് എന്റെ നാട്, എല്ലാവരെയും ഒന്നായി തലോടുന്ന നാട്. അങ്ങ് ദൂരെ ആകാശത്തു കാണുന്നു നമ്മുടെ 3 നിര കൊടികൾ. അങ്ങ് ദൂരെ ആകാശത്തു കാണുന്നു നമ്മുടെ 3 നിര കൊടികൾ. എന്റെ പതാകയാണ് എന്റെ ജീവൻ, ഭാരതമെന്ന അഭിമാനം. എന്റെ പതാകയാണ് എന്റെ ജീവൻ, ഭാരതമെന്ന അഭിമാനം. വെയിലുള്ള എന്റെ നാട് ഭാരതമെന്നമ്മ നാട്. വെയിലുള്ള മഴയുള്ള വെയിലുള്ള മഞ്ഞുള്ള നാട്, പാടും കിളിയുള്ള നാട്. വെയിലുള്ള നാട്, പാടും കിളിയുള്ള നാട്. ഒരുമയോട് ഒരുമിച്ച് വാടുന്ന നാട്, ഭാരതമെന്റെ നാട്. ഒരുമയോട് ഒരുമിച്ച് വാടുന്ന നാട്, ഭാരതമെന്റെ നാട്. എന്റെ നാട് ഭാരതമെന്നമ്മ നാട്. എന്റെ നാട് ഭാരതമെന്നമ്മ നാട്. ബഹുമാന്യനായ പ്രിൻസിപ്പാൾ, അധ്യാപകർ,
മാതാപിതാക്കൾ, എൻ്റെ പ്രിയ കൂട്ടുകാർ, ഏവർക്കും നമസ്കാരം. ഞാൻ ആയിഷ സിയാദ്. ഞാൻ ഇന്നിവിടെ നമുക്ക് വേണ്ടി പോരാടിയ സ്വാതന്ത്ര്യ സമര പോരാളികളെ കുറിച്ചുള്ളൊരു പ്രസംഗമാണ് പറയാൻ പോകുന്നത്. ഒരിക്കൽ കൂടി മാന്യ സദസ്സിന് നമസ്കാരം. ബ്രിട്ടീഷ് അടിച്ചമർത്തലിന് എതിരെ പോരാടി സ്വാതന്ത്ര്യം എന്ന ഭാരതീയരുടെ അവകാശം തിരികെ നേടുന്നതിൻ്റെ ആവേശപൂർണമായ ഓർമ്മ പുതുക്കലാണ് ഓരോ ഓഗസ്റ്റ് 15. രാജ്യമെങ്ങും ത്രിവർണ പതാക വാനോളം ഉയർത്തുമ്പോൾ ഭാഷയുടെയും വേഷത്തിൻ്റെയും അതിർത്തികൾ എല്ലാം മറന്ന് ഓരോ ഭാരതീയനും അഭിമാനത്തിൻ്റെ കൊടുമുടിയിലെത്തും. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തിൻ്റെ അധിപരെ പോലും മുട്ടുകുത്തിച്ച നിശ്ചയദാർഢ്യത്തോടെ ആത്മബലത്തോടെ പോരാടിയ പൂർവികരുടെ കഥകൾ പുതുതലമുറകൾക്കായി വീണ്ടും വീണ്ടും മടുപ്പില്ലാതെ പറയും ഓരോ ഭാരതീയനും. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ ദിനം ഓർത്തുവെക്കുന്നതിനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിച്ച ധീരദേശാഭിമാനികളുടെ ത്യാഗങ്ങളെ ഓർക്കുവാനാണ് നാം എല്ലാ വർഷവും സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. പ്രാണനേക്കാൾ വലുത് പിറന്ന നാടിൻ്റെ അഭിമാനവും സ്വാതന്ത്ര്യവും എന്ന് ചിന്തിച്ച ഒരു തലമുറയുടെ ത്യാഗം കൂടിയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം. ഇനിയും നിങ്ങളുടെ രക്തം തിളയ്ക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ നനവുകളിലൂടെ ഓടുന്നത് വെറും വെള്ളം മാത്രമായിരിക്കും. മാതൃഭൂമിയുടെ സേവനത്തിന് വേണ്ടിയല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ യുവത്വം എന്ന് പറഞ്ഞ ചന്ദ്രശേഖർ ആസാദും സ്വരാജ്യം എൻ്റെ ജന്മാവകാശമാണ്, ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞ ബാലഗംഗാധര തിലകും, നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന് പറഞ്ഞ സുഭാഷ് ചന്ദ്രബോസും, പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞ മഹാത്മാഗാന്ധിയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ത്യാഗം സഹിച്ച മഹത് വ്യക്തികളിൽ ചിലർ മാത്രമാണ്. 1947 സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ വളരെയധികം വെല്ലുവിളികളായിരുന്നു ഇന്ത്യ എന്ന രാജ്യത്തിന് നേരിടേണ്ടിയിരുന്നത്. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി പറഞ്ഞതുപോലെ ശ്രമത്തിലാണ് ഫലപ്രാപ്തിയിലല്ല സംതൃപ്തി ഉളവാകുന്നത്. സമ്പൂർണ്ണ ശ്രമം വിജയകരമാകുന്നു. ചന്ദ്രദൗത്യവുമായി 2008 ചന്ദ്രയാൻ 1ഉം 2019 ചന്ദ്രയാൻ 2ഉം വിക്ഷേപണം പൂർത്തിയാക്കി കഴിഞ്ഞു. നമ്മുടെ അഭിമാനമായ ISRO ചന്ദ്രയാൻ 3 2021 വിക്ഷേപണം ചെയ്യുവാനുള്ള തയ്യാറെടുപ്പിലാണ്. 1947 32 വയസ്സായിരുന്നു നമ്മുടെ ആയുർദൈർഘ്യം. എന്നാൽ ഇന്ന് ഏകദേശം 70 വയസ്സാണ്. ലോകത്തിലെ ഏറ്റവും ജനാധിപത്യ രാജ്യമായ ഇന്ത്യ ആദ്യ ഇലക്ഷൻ മുതൽ വിവേചനമില്ലാതെ സ്ത്രീകൾക്കും വോട്ടിംഗ് അവസരം കൊടുത്ത ആദ്യ രാജ്യമാണ്. ഇങ്ങനെ എല്ലാ രംഗത്തും നേട്ടം പതിപ്പിച്ച വികസ്വര രാജ്യമാണ് ഇന്ന് ഇന്ത്യ. ഇന്ന് ഇന്ത്യയിൽ മാത്രമല്ല ലോകം മുഴുവനും ആഞ്ഞടിച്ചിരിക്കുകയാണ് കൊറോണ എന്ന മഹാവിപത്ത്. നമ്മുടെ എല്ലാ മേഖലകളെയും തളർത്തിയിരിക്കുകയാണ് ഈ മഹാമാരി. എന്നാൽ ഈ വിപത്തിനെ പ്രതിരോധിക്കുവാനുള്ള വാക്സിൻ ഉൽപാദനത്തിലുമാണ് നമ്മുടെ രാജ്യം വളരെയധികം മുന്നേറിക്കഴിഞ്ഞിരുന്നു എന്നുള്ള വാർത്ത ഈ കഷ്ടതക്കിടയിലും അഭിമാനകരമായ കാര്യമാണ്. അമേരിക്കയും ചൈനയും കഴിഞ്ഞാൽ പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും അധികം തുക ചിലവഴിക്കുന്ന രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനു മുൻപ് നമ്മുടെ സ്വാതന്ത്ര്യ സമര സേനാനികൾ ചെയ്തിരുന്ന പ്രവൃത്തികളും തന്നെ മഹത്തായ പ്രവൃത്തിയാണ് ഇന്ന് നമ്മുടെ വിവിധ സേനാ വിഭാഗങ്ങൾ ചെയ്യുന്നത്. നമുക്ക് ഇന്ന് ലഭിച്ച സ്വാതന്ത്ര്യം നിലനിർത്തുവാനായി സ്വന്തം ജീവൻ പോലും തൃണവത്കരിച്ച് കൊണ്ട് അവർ നമ്മുടെ അതിർത്തികൾ കാവൽ നിൽക്കുന്നു. അവരാണ് നമ്മളെ കാക്കുന്നത്. അതുകൊണ്ട് സമ്പന്നമായ പൈതൃകത്തെയും സംസ്കാരത്തെയും സംരക്ഷിക്കുവാനും ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുവാനും നമുക്ക് ശ്രമിക്കാം. അത് ഫലപ്രാപ്തിയിൽ എത്തും വരെ നമുക്ക് ശ്രമങ്ങൾ തുടരാമെന്ന് ഈ അവസരത്തിൽ നാം പ്രതിജ്ഞ എടുക്കുന്നു.
74ാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ എല്ലാ മംഗളാശംസകളും നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്. ബഹുമാനപ്പെട്ട രക്ഷകർത്താക്കളെ, ഗുരുനാഥന്മാരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, മഹത്തായ ആലപ്പുഴ നീർക്കുന്നം അലിജാബ സെൻട്രൽ സ്കൂളിൽ നടത്തുന്ന സ്വാതന്ത്ര്യദിനം പരിപാടിയിലാണ് നാമൊക്കെ ഉള്ളത്. സ്വാതന്ത്ര്യത്തിന്റെ ഇന്നലകളെ മനഃപൂർവ്വം മറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഉള്ളത്. ഇനി പുതിയ കരിക്കുലത്തിൽ സ്വാതന്ത്ര്യത്തിന്റെ ഏടുകൾ പതുക്കെ ഇല്ലാതാക്കപ്പെടുമോ എന്ന അവസരത്തിൽ ഇങ്ങനെ ഒരു പരിപാടി AICSന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്നത് എന്തുകൊണ്ട് സന്തോഷമാണ്. AICSന്റെ അധ്യാപകർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റാത്ത ചരിത്രമാണ് മൗലാന മുഹമ്മദ് അലി ജൗഹറിന്റെ ചരിത്രം. മൗലാന മുഹമ്മദ് ബ്രിട്ടീഷുകാരുടെ സുപ്രീം കോടതിയിൽ പോയി മഹാനായ ഗാന്ധിജിയുടെ ജയിൽ മോചനത്തിന് വേണ്ടി 2.5 വർഷം വാദം നടത്തിയ അഭിഭാഷകൻ തന്റെ രാജ്യത്തിന് വേണ്ടി ബ്രിട്ടീഷുകാരുടെ ബക്കിംഗ്ഹാം കൊട്ടാരത്തിൽ പോയി വാദിച്ചത്. If you don't give us freedom in India, you will have to give me a grave here. നിങ്ങൾ ഒന്നെങ്കിൽ എൻ്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകണം, അതല്ലെങ്കിൽ ഈ സ്വാതന്ത്ര്യമുള്ള മണ്ണിൽ 6 അടി മണ്ണ് തരണം. ഞാൻ ഇവിടെ കിടന്ന് അല്ലെങ്കിൽ മരിക്കും എന്ന് പറഞ്ഞ മഹാനായ സ്വാതന്ത്ര്യ പോരാളി അവസാനം അവിടെ പ്രസംഗിച്ച് അവിടെ തന്നെ ഛർദിച്ച് ബോധം കെട്ട് വീണ ആ മനുഷ്യൻ പിന്നീട് ഈ ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നില്ല. മൗലാന ഷൗക്കത്ത് അലിയും മൗലാന മുഹമ്മദ് അലിയും സഹോദരങ്ങളാണ്. അവർ രണ്ടുപേരും ബ്രിട്ടീഷുകാരുടെ ജയിലിൽ കിടന്നപ്പോഴാണ് ഗാന്ധിജി വന്ന് അവരുടെ മാതാവിൻ്റെ അടുക്കൽ വന്ന് സമാശ്വാസത്തിൻ്റെ വാക്കുകൾ പകർന്നത്. ആ സമയത്ത് മാതാ പറഞ്ഞു, സർ, എൻ്റെ മക്കൾ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയാകാൻ വേണ്ടി ഒഴിഞ്ഞുവിട്ട നേർച്ച കുട്ടികളാണ്. അവർ രക്തസാക്ഷിയാകാത്തതിൽ മാത്രമാണ് എൻ്റെ വ്യസനം എന്ന് പറഞ്ഞ ആ പൊന്നു മാതാവിനെയും നാം ഓർക്കേണ്ടതുണ്ട്. ചരിത്രത്തിൻ്റെ ഇന്നലകളിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷികളായ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരിൽ നിന്നൊക്കെ പാഠം ഉൾക്കൊണ്ട് നമ്മുടെ രാജ്യത്തിന് നന്മയ്ക്ക് വേണ്ടി അക്ഷീണം പ്രവർത്തിക്കുവാൻ നാം ഏവരെയും നാഥൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മാന്യസദസ്സിന് വന്ദനം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ആദ്യമായി എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ. നാം ഇവിടെ ഇന്ന് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ഇന്ത്യക്കാരായ നമുക്ക് ഓരോരുത്തർക്കും സന്തോഷവും അഭിമാനവും നിറയുന്ന ഒരു സുദിനമാണിന്ന്. കാരണം 1947 ഓഗസ്റ്റ് 15-നാണ് നമ്മൾ ബ്രിട്ടീഷുകാരുടെ അടിമത്വത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടിയെടുത്തത്. ഈ വർഷം നമ്മൾ 74ാമത് സ്വാതന്ത്ര്യദിനമാണ് ആഘോഷിക്കുന്നത്. ഈ ദിനത്തിൽ നമ്മൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അഹോരാത്രം പ്രയത്നിച്ച സമരനായകരായ മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ഭഗത് സിംഗ് തുടങ്ങിയവരെയും ഇന്ത്യക്ക് വേണ്ടി ജീവത്യാഗം ചെയ്ത ധീരദേശാഭിമാനികളെയും അനുസ്മരിക്കുക. നമ്മുടെ നാടിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് കുട്ടികളായ നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാതന്ത്ര്യദിനാശംസകൾ. ജയ് ഹിന്ദ്.